ഇതിന്റെ അകത്ത് നിധികളൊക്കെ ഉണ്ടോ? തുറന്നു നോക്ക്. ഞാനിങ്ങനെ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ കൊമ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മുറിച്ചുകൊണ്ട് ഇവിടെ വെച്ച് ഇങ്ങനെ കുത്തിപ്പിടിപ്പിച്ച് അങ്ങനെ നോക്കുന്ന ഒരു ഗാർഡനാണ്. ഗാർഡൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളെ പോലെയാണ്. അതുപോലെ നമ്മൾ നോക്കിയാലേ അത് ഭംഗിയാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ട് കാണാം. നെഗറ്റിവിറ്റി എനിക്കില്ല ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എവിടെയൊക്കെ പോസിറ്റീവ് കോട്ട്സ് കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഇതില്ലേ ഞങ്ങള് പെൺപിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ ഗോൾഡ് സ്റ്റോർ ചെയ്ത്. സാർ പണ്ട് ഭയങ്കരമായിട്ട് മിമിക്രി ഒക്കെ 10-15 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു നമ്മുടെ എൻ്റെ ഫാദറിന് തിയേറ്റർ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ മണ്ടിപ്പെണ്ണെ സാറിനൊക്കെ കാണിക്കുമായിരുന്നു. അല്ല, ഇതിങ്ങനെ ഓരോരുത്തരടുത്ത് പോകുമ്പോൾ നമ്മൾ വല്ല പുറം രാജ്യത്തൊക്കെ പോകുമ്പോഴും അതുപോലെ അങ്ങനെ ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ കളക്ഷൻസ് ആണ്. ആന്റിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതൊന്നും തുറക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ തുറന്നാൽ നിങ്ങളെ പോലത്തെ ഒരു അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അത് ലോക്ക് ചെയ്ത് വെച്ചേക്കുക. മൊത്തത്തിലൊന്നും നമ്മൾ ആരുമില്ല ഡിസിഷൻസ് എടുക്കാൻ. അതൊരു പവറുണ്ട്. ആ പവർ തീരുമാനിച്ചിട്ടുണ്ട്, അത് അങ്ങനെ നടക്കും. അതിപ്പോൾ ഏത് പേര് കൊടുത്താലും ചെയ്യണേ. അള്ളാഹു എന്ന് വിളിച്ചാലും കർത്താവേ എന്ന് വിളിച്ചാലും ഈശ്വര എന്ന് വിളിച്ചാലും ദൈവമേ എന്ന് വിളിച്ചാലും ഒന്ന് തന്നെ, ഒരു പരാശക്തി. only there is only one God. ഇന്ദ്രജിത്തിന്റെ മോള് പാത്തു. പാത്തു ഇവിടെ പഠിച്ച പിന്നെ പാത്തു ഇവിടെ സ്കൂളിലായിരുന്നു. ഒരു ലേഡിക്ക് ചെയ്യാൻ ഏറ്റവും നല്ല പ്രൊഫഷൻ എന്താ എന്നോട് ചോദിച്ചാൽ ഐ വിൽ ബി സേയിങ് ഇറ്റ് ഇസ് ടീച്ചിങ് പ്രൊഫഷൻ. ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറെ ആരുടെയല്ല, നമ്മുടെ സ്വന്തം ഒരുപാട് ചെറുതും വലുതും കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളി പ്രേക്ഷകരുടെ ഒരുപാട് ഇഷ്ടം നേടിയ സ്വന്തം നാസിർക്കാരുടെ വീട്ടിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ വീട്ടിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഞാൻ കാണാൻ വെയിറ്റിംഗ് ആണ്. സർ, എന്നെ ഒന്ന് വീട് കാണിക്കാവോ? ഒരുപാട് രഹസ്യങ്ങൾ കാഴ്ചകളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ വന്ന പാടെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ. ഇത് സാറ് തന്നെയാണോ? ആരാണ്? എനിക്കും എന്റെ വൈഫിനും രണ്ടുപേർക്കും ഇതിനോട് വലിയ താല്പര്യമാണ്. ഗാർഡനിങ്ങിനോട് വലിയ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ കൊമ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മുറിച്ചുകൊണ്ട് ഇവിടെ വെച്ച് ഇങ്ങനെ കുത്തിപ്പിടിപ്പിച്ച് അങ്ങനെ നോക്കുന്ന ഒരു ഗാർഡനാണ്. ഗാർഡൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളെ പോലെയാണ്. അതുപോലെ നമ്മൾ നോക്കിയാലേ അത് ഭംഗിയാവുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഇത്രയും മനോഹരമായ ഗാർഡൻ, അപ്പൊ അകത്തും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കേ, അപ്പൊ നമുക്ക് പോയാലോ? നോട്ട് ഓൺ മൈ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം. ഓക്കേ, പ്ലീസ് കം. സാർ, ഞാൻ ഇവിടെ വീട്ടിലേക്ക് വരുമ്പോ കേറുന്ന എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ പോസിറ്റീവ് കോട്ട്സ് കാണാം. ഞാൻ സാറിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കുമ്പോൾ പൊതുവെ സെലിബ്രിറ്റീസിന്റെ പേജ് നോക്കുക നമ്മൾ കാണുമല്ലോ ഒരുപാട് ഫോട്ടോസ്, പക്ഷെ അതിൽ ഫുൾ ഈ പോസിറ്റീവ് കോട്ട്സ് ആണ്. അതെന്തുകൊണ്ടാണ്? എനിക്ക് ഐ എം എ വെരി പോസിറ്റീവ് പേഴ്സൺ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാം പോസിറ്റീവായിട്ട് കാണാം. നെഗറ്റിവിറ്റി എനിക്കില്ല ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എവിടെയൊക്കെ പോസിറ്റീവ് കോട്ട്സ് കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അത് കൂടാണ്ട് എല്ലാ ദിവസവും രാവിലെ എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, സിനിമയിൽ ഇല്ലാത്തവരും ഉണ്ട്, ഒരു 10-500 പേര് അടങ്ങുന്ന. എല്ലാവർക്കും ഡെയിലി മോർണിംഗ് ഞാനൊരു പോസിറ്റീവ് കോട്ട് അയച്ചു കൊടുക്കും. അത് ഒരു ദിവസം വന്നില്ലെങ്കിൽ പലരും വിളിച്ച് ചോദിക്കും, ഇന്ന് കിട്ടിയില്ലല്ലോ, ഇന്നത്തെ ഡേ ഒന്ന് ഉഷാറായില്ല. കാരണം ചിലവർക്ക് അത് കിട്ടുന്നത് ആ സാഹചര്യവും സന്ദർഭവും അനുസരിച്ചുള്ള കോട്ടായിരിക്കും. അത് ഗോഡ്സ് ഗ്രേസ്. ഞാനിവിടെ വരുന്ന സമയത്ത് കുറേ സാധനം എടുത്തു പറയാനുണ്ട് കേട്ടോ. പക്ഷെ ആദ്യം ഞാൻ നോക്കിയത് ഈ ഒരു ലൈറ്റ് ആണ്. ഇതൊരു കുറച്ചും കൂടി പണ്ടുണ്ടായിട്ടുള്ള ഒരു പാറ്റേൺ പോലെ തോന്നുന്നത്. ഞാൻ പഴയ ആളല്ലേ, പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ, അത് വേറെ പഴയതെല്ലാം അങ്ങനെ പഴമയായിട്ട് കാണും. പിന്നെ എനിക്ക് പൊതുവെ ഈ പഴയ സാധനങ്ങളോട് കുറച്ച് താല്പര്യം കൂടുതലാണ്. പുറത്തുനിന്നും അകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഡിഫറെന്റ് ആട്ടോ ഒരുപാട്. ഇതിപ്പോ ഏതിൽ ഞാൻ തുടങ്ങണമെന്ന് അറിയില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉള്ളത്. ഓ നൈസ്. ഇതില്ലേ ഞങ്ങള് പെൺപിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. കാരണം ഈ പറഞ്ഞ ഗോൾഡ് സ്റ്റോർ ചെയ്ത് പണ്ടൊക്കെ നമ്മള് പറയില്ലേ, പണ്ടത്തെ കാലത്ത് രാജാക്കന്മാര് അല്ലെങ്കിൽ അവരുടെ ഗോൾഡ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം. അതുപോലെ ഇതിന്റെ അകത്ത് നിധികളൊക്കെ ഉണ്ടോ? തുറന്നു നോക്ക്. തുറന്നു കഴിഞ്ഞാൽ തോന്നും എന്തെങ്കിലും ഒരു ഇത്തിരി ചില്ലറ ഇട്ടിട്ട് പോവാന്ന്. പക്ഷെ ഇവിടെ ഒരുപാട് നിധികളുണ്ട്. ഒരുപാട് തറച്ചു ഇരിക്കല്ലേ നിധികള്. കയ്യിൽ വല്ല കാശൊന്നും കിട്ടിട്ട് പോകുമ്പോളെ
ഇവിടുത്തെ എല്ലാ താക്കോലും ഉണ്ടല്ലോ ഇതിനകത്ത്. താക്കോലും കാര്യങ്ങളുമാണ് ഇപ്പൊ വെച്ചേക്കുന്നത്. വണ്ടിയുടെ താക്കോലും അതിന്റെ താക്കോലും ഒക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പക്ഷെ തുറന്നാ പോയി അടച്ചു തന്നെ വെക്കാം. അടച്ചു തന്നെ വെക്കാം. ഈ ഒരു ഫോട്ടോ നമ്മുടെ അമ്മ സംഘടനയിലെ ഇത് നമ്മുടെ അമ്മ സംഘടനയുടെ നമ്മുടെ എല്ലാവരും ഉണ്ട്. മമ്മൂക്ക ഉണ്ട്, ലാലുണ്ട്, എല്ലാവരും. സോഫ, ചെയർസ് ഭയങ്കര രസമുണ്ട്. നമ്മള് ഞാൻ ഒരുപാട് ഹോം ടൂർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കാണാത്തൊരു പീസാണ്. ഇത് എവിടെ നിന്നാണ് വാങ്ങി? എത്ര വർഷം ഇതിന് പഴക്കം? ഇല്ല മോളെ, അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഈ ഓവർ ദ ഇയേഴ്സ് ഇങ്ങനെ കളക്ട് ചെയ്തേക്കുന്ന സംഗതികളാണ്. എനിക്ക് ഈ പഴയ സാധനങ്ങൾ കാണുമ്പോഴും വലിയ കൗതുകമാണ്. പിന്നെ എൻ്റെ കാരണവന്മാരായിട്ട് തന്നെ കുറേ അധികം അവരുടെ അടുത്ത് ഉണ്ടായിരുന്നത്, അതുമെല്ലാം ഞാൻ അവർക്കൊക്കെ ഈ പുതുമയോടാണ് ഇപ്പം എല്ലാവർക്കും താല്പര്യം. അപ്പം ഞാൻ അവർക്ക് പുതിയ സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് പഴയത് ഇങ്ങോട്ട് ഞാൻ എടുക്കും. എനിക്ക് എപ്പോഴും പഴയത് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് എല്ലാ കാര്യത്തിലും. ഈ ഇത് നമ്മൾ പണ്ടത്തെ ഒരു കാളവണ്ടി സ്റ്റൈലാണ്. ഇത് എപ്പോഴും എന്തെങ്കിലും ഒരു യുണീക് പീസ് വെക്കണം വീട്ടില്, അങ്ങനെ ഒരു ആഗ്രഹം? അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ വല്ലയിടത്തും കാണും, ഇങ്ങനെ മേടിക്കും, അത്രേ ഉള്ളൂ. ഇത് എവിടെ നിന്ന് വാങ്ങിയതാ? ഇതിപ്പോ ഏതോ ഒരു എക്സിബിഷൻ ഇങ്ങനെ കിട്ടിയപ്പോ വാങ്ങിയതാണ്. ഇതൊരു കാളവണ്ടി സ്റ്റൈൽ. അതിനൊരു ചെറിയൊരു പീസും കൂടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. മനസ്സിലായി. നിന്നെ നോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോട്ടോയ്സ് ഉണ്ട്. ഇത് എവിടുന്നാ? ഇതാണ് പറയാ പൊതുവെ വീട്ടില് അങ്ങനെ പറയാറുണ്ട്. എനിക്ക് അങ്ങനെ അന്ധവിശ്വാസങ്ങളൊന്നുമില്ല. ഫോർ മീ എവറിത്തിങ് ഈസ് പോസിറ്റീവ്. ജീവിതം തന്നെ പോസിറ്റീവാണ്. പിന്നെ ഒരു ആമയെ കൊണ്ടൊന്ന് വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ പോസിറ്റീവ്നെസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതൊരു പീസ് നന്നായിട്ട് തോന്നി ഇങ്ങനെ വാങ്ങി. അത് ഒരു ചെറിയ ടീപ്പോയി ആണത്. ഈ ഒരു ക്ലോക്ക് ഉണ്ടല്ലോ, ഇതും നമ്മളെപ്പോഴും ആന്റിക് പീസ് ആണ്. ഇത് ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക് ആണ്. പണ്ടേയുള്ളതാണ്. അതിന് പേര് അങ്ങനെയാണല്ലോ, ഗ്രാൻഡ് ഫാദർ. പഴയതാണ്. ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഗ്രാൻഡ് ഫാദറിന്റെ ക്ലോക്ക് ആണ്. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ച് കൊണ്ടുപോവാന്ന് പറയുന്നത് അല്ലേ? അല്ല, ഇത് വേറൊരു കാര്യമുണ്ട്. പഴയ സാധനങ്ങൾക്കൊന്നും മെയിൻ്റെനൻസ് കുറവേ ആവശ്യമുള്ളൂ. പുതിയ ഐറ്റംസ് ആണ് ഈ മെയിൻ്റെനൻസ് വേണ്ടത്. ഇതൊക്കെ ഒരിക്കൽ കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ ഇരിക്കും. പഴയ ആൾക്കാരെ പോലെ തന്നെയാണ്, ആരോഗ്യമൊക്കെ ഉള്ളത് തന്നെയാണ് ഈ ഫർണിച്ചറും. മനുഷ്യരെ പോലെ തന്നെ പണ്ടത്തെ. ഇന്നത്തെ പുതിയ ആൾക്കാർക്കാണല്ലോ ഈ ഉള്ള ഫാസ്റ്റ് ഫുഡും സാധനങ്ങളും ഒക്കെ തിന്ന് ഓരോരോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അല്ല, ഇതിങ്ങനെ ഓരോരുത്തരടുത്ത് പോകുമ്പോൾ നമ്മൾ വല്ല പുറം രാജ്യത്തൊക്കെ പോകുമ്പോഴും അതുപോലെ അങ്ങനെ ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ കളക്ഷൻസ് ആണ്. പഴയ സാധനങ്ങളുണ്ട്, ആന്റിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതൊന്നും തുറക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ തുറന്നാൽ നിങ്ങളെ പോലത്തെ ഒരു അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് അത് ലോക്ക് ചെയ്ത് വെച്ചേക്കുക. തുറക്കാൻ നോക്കണ്ട. പൊതുവെ എനിക്ക് വലിയ സാധനങ്ങൾ ചെറിയ പീസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതുപോലെ തോന്നണേ. കാരണം നമ്മൾ പൊതുവെ കാണുന്ന എല്ലാ വലിയ സാധനങ്ങളുടെയും കുട്ടി 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 പീസാണ് ഇരിക്കുന്നത്. ഇത് എവിടെ നിന്ന് വാങ്ങി? ഇത് വാളും ഇത് അധികം ഇവിടെ കളിക്കാൻ വന്നോണ്ടല്ലോ ഞാൻ എടുക്കും. ഇങ്ങോട്ട് പുറത്തേക്ക് പറ്റുമോ? എടുക്കാൻ പറ്റുമോ? അതെ. ഇത് പണ്ടത്തെ ആണോ? ഇതെല്ലാം പണ്ടത്തെ തന്നെയാണ്. പണ്ടത്തെ ആണ്. ഈ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വാഹനങ്ങളുണ്ട്. അതായത് ഇഷ്ടപ്പെട്ടതാണ്. ഇത്രയധികം വണ്ടികള്, ഒരു തീവണ്ടി ഉണ്ട്. ഇതൊക്കെ പഴയ ഒരു ടൈപ്പ് ഓഫ് വണ്ടിയാണല്ലോ. തീവണ്ടിയുണ്ട്. ഇത് നമ്മുടെ സിൻഡ്രല്ലയുടെ വണ്ടിയാണ്. സിൻഡ്രല്ല വന്ന് ചെരുപ്പൂരി ഇട്ടിട്ട് പോകുന്നില്ലേ രാജകുമാരൻ? അതേ വണ്ടി തന്നെയാണ് ഇത്. ആ വണ്ടിയുടെ ഒരു വേർഷൻ. ഇത് ഭയങ്കര. ഇതിൽ ഇങ്ങനത്തെ വണ്ടിയിൽ പണ്ട് പോയിട്ടുണ്ടോ? പിന്നെ പിന്നെ പഴയ ഓർമ്മകള്. അന്ന് എനിക്ക് 2-3 വയസ്സുണ്ട്. എന്നാലും ഇപ്പൊ ഓർത്തിരിക്കുന്നുണ്ട് അതിന്റെ ശബ്ദമൊക്കെ. ലൈറ്റ്സ് ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ ഒരു ലൈറ്റ്സ് ഉണ്ട്, ഇവിടെ 2 ലൈറ്റ്സ് ഉണ്ട്. വന്നവരെല്ലാവരും ശ്രദ്ധിക്കുന്ന. നീ ഇപ്പൊ ഇതൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് ഇതൊക്കെ നോക്കുന്നത്. ഞാൻ ഇത്രയും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇതൊക്കെ നമുക്കൊക്കെ ഭയങ്കര, ഞങ്ങൾ കണ്ടിട്ട് പോലും ഇങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയസ്. മേ ബി നിങ്ങളുടെ ജനറേഷൻ കണ്ടിട്ടില്ല. നമ്മളിത് കണ്ടു വളർന്നുകൊണ്ട് നമുക്ക് ഇതിനോട് അങ്ങനെ വലിയൊരു കൗതുകമില്ല, സ്നേഹമുണ്ട്, ഇല്ലായ്കയില്ല. ഇതൊരു പഴയ ഒരു സോഫ സെറ്റ് ആണ്. എനിക്ക് കാണുമ്പോ ഈ രാജാക്കന്മാരൊക്കെ ഇരിക്കില്ലേ, ആ ഒരു ഫീലാണ്. നല്ല രസമുണ്ട്. ഇപ്പൊ ഇരിക്കുന്ന ഒരു പിച്ചക്കാരനാണ്. അതൊക്കെ ചുമ്മാ. അപ്പൊ ഈ ഒരു സ്ഥലത്താണല്ലോ കുറെ കഥകൾ കേൾക്കാറുണ്ടാവായിരിക്കും, ഡിസ്കഷൻ നടന്നിട്ടുണ്ടാവും. ഈ സ്ഥലത്തും കേൾക്കാറുണ്ട്. കൂടുതൽ എന്റെ ഓഫീസിൽ ഇരുന്നാ കേൾക്കാം. ഇവിടെ ഇരുന്നും വല്ലപ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു ഡിസ്കഷൻ ചെയ്ത ഫേവറേറ്റ് ഒരു മൂവി ഏതാ ഇവിടെ നടന്നത്, സംഭവിച്ചത്? ഇവിടെ ഫേവറേറ്റ് ആയിട്ട് സംസാരിച്ച മറക്കാനാവാത്ത ഒരു സംഭവം എന്ന് വെച്ചാൽ ആ സിനിമ നടന്നില്ല. അത് തന്നെ. കുതിരയൊക്കെ ഉണ്ടല്ലോ. സവാരിക്ക് പോകാൻ വേണ്ടി വെച്ചേക്കുന്നത് ആണോ? ഇത് കുതിരക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സ്പേസ് ആണോ? അങ്ങനെയൊന്നുമില്ല. ഒരു സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ കുതിര വെച്ചു. ഇതൊന്ന് പണിയിച്ചെടുത്തതാണ്. ഇപ്പോഴല്ല, ഒരു 10-30 കൊല്ലം മുമ്പ് നമ്മുടെ ഒരു ആളുണ്ടായിരുന്നു, പണിയുന്ന ആള്. അപ്പൊ അയാളെ കൊണ്ട് അങ്ങനെ പണിയിച്ചെടുത്തത്. കുതിരയോട് വലിയ താല്പര്യം. ആണോ? കുതിര ഓടിച്ചിട്ടുണ്ടോ? കുതിര സിനിമയ്ക്ക് വേണ്ടി ഓടിച്ചിട്ടുണ്ട്, അല്ലാതെ ഓടിച്ചിട്ടില്ല. എന്താ കുതിരയോട് ഇത്ര ഇഷ്ടം?
അതെന്താന്ന് വെച്ചാല് എന്റെ സൈനും കുതിരയാണ്. ആക്ച്വലി പറഞ്ഞാൽ സജിറ്റേറിയസ് ആണ് ഞാൻ, ഡിസംബർ ബോണാണ്. ഓക്കെ. അപ്പൊ സമൂഹത്തിൽ ഐ ലവ് ഹോഴ്സസ്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് കുറെ അടുത്ത് കുതിരനെ കാണാൻ പറ്റും. അതെ അതെ. ഓക്കെ. മനുഷ്യനും കുതിരയെ പോലെ ആയിരിക്കണം, എപ്പോഴും ഉഷാറ് വേണം. അതന്നെ സാറിന്റെ ഒരു ഭയങ്കര പോസിറ്റിവിറ്റി എനർജിയും ഈ പ്രായത്തിലും. സാറ് ഗിറ്റാറൊക്കെ വായിക്കോ? ഗിറ്റാറ് വല്ലപ്പോഴൊക്കെ കിട്ടുന്നു കളിക്കുന്നല്ലാണ്ട് പിള്ളേർക്കൊക്കെ അറിയാം. മോനൊക്കെ ഗിറ്റാർ വായിക്കാൻ അറിയാം. ഇല്ല അതിനുള്ള കഴിവൊന്നും എനിക്കില്ല. അതൊക്കെ വെറുതെ പ്രേക്ഷകരുടെ മുമ്പിൽ നാണക്കിടണ്ട. സാർ പണ്ട് ഭയങ്കരമായിട്ട് മിമിക്രി ഒക്കെ അത് ചെറുപ്രായത്തില്, അത് ആ ഒരു കാലഘട്ടം. അതൊന്ന് 10-15 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു എൻ്റെ ഫാദറിന് തിയേറ്റർ ഉണ്ടായിരുന്നു, പട്ടം കൽപ്പന എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത്. അന്ന് അവിടെ ഉള്ള ആ സിനിമയോടുള്ള വലിയ ആർത്തിയാണ് എന്നെ ഇന്ന് ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അപ്പൊ അന്ന് മുതലുള്ള ആഗ്രഹമാണ്. അന്ന് ആ കാലഘട്ടത്തിലൊക്കെ മണ്ടിപ്പെണ്ണെ എന്ന് പറഞ്ഞ നസീർ സാറിനൊക്കെ കാണിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ആ സമയത്തുള്ള ഒരു ആഗ്രഹമാണ്. ഒന്നുമില്ല. ഇവിടെ ഒരുപാട് ആന്റിക്, ഈ വീട് നിറച്ചും ആന്റിക് പീസസ് ആണ്. മനസ്സെപ്പോഴും കുളിർമയായിട്ട് വെക്കാന്നുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കൊള്ളാം. ഇതൊക്കെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കളക്ഷൻ, അദ്ദേഹത്തിന്റെ പണ്ട് കാലത്തുള്ള ഒരു 10-150 കൊല്ലം പഴക്കമുള്ള പഴയ സാധനങ്ങളാണ്. ഇവിടെ ഈ പറഞ്ഞ ഡൈനിങ് ഐറ്റംസ് ആണ് ഇവിടെ സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനായിട്ട് യൂസ് ചെയ്തേ അതൊക്കെ വൈഫിന്റെ കസ്റ്റഡിയിലാണ്, നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇവിടെ ഒരു പഴയ ഫോൺ ഉണ്ട്. പഴക്കമുള്ള ഫോണല്ല, പഴയ ഫോൺ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഇത് പഴയതായിരിക്കും, വലിയ പഴക്കമൊന്നുമില്ല. ഓക്കെ, കൊള്ളാം. സാർ ഒരു വാള് കണ്ടിട്ടുണ്ട്, അത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അതായത് അവിടെ ഒരു ആന്റിക് ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ദ്വാരകയുടെ മുമ്പിൽ എറണാകുളത്ത്. ഗുൽഷൻ ബായി എന്നാണ് അങ്ങനെ പേരുന്നത്. അവിടെ പോയപ്പോൾ അദ്ദേഹം സ്നേഹം കൊണ്ട് ഒരു സാധനം ഇങ്ങനെ ഗിഫ്റ്റ് തന്നതാണ്. മരിച്ചുപോയി. ഈ ആന്റിക് പീസ് ഗിഫ്റ്റ് കിട്ടാനും ഭയങ്കര ഇഷ്ടമുള്ള ആളെ അറിഞ്ഞു തന്ന ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അത് അറിഞ്ഞു തന്നാണ്. എല്ലാവരും തരുന്നവരെല്ലാം അറിഞ്ഞു തന്നെ എനിക്ക് തരുന്നത്, ഞാനും അതുപോലെ അറിഞ്ഞു തന്നെ കൊടുക്കും. അല്ല, അറിഞ്ഞു കിട്ടിയില്ലെങ്കിലും അറിഞ്ഞു കൊടുത്തില്ലെങ്കിലും രണ്ടിന് അതിൻ്റെ ആയിട്ടുള്ള പ്രാധാന്യങ്ങളില്ല. whatever you give it to your heart, whatever you get, receive with good heart. പെയിന്റിംഗും ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? കുറേ പെയിന്റിംഗ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇഷ്ടമാണ്, പക്ഷെ ഇതെല്ലാം ഭയങ്കര നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാനുള്ള ഭയങ്കര എക്സ്പെൻസീവ് ആണ് നല്ല പെയിന്റിങ്സ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പെയിന്റിങ്സ് വാങ്ങണമെന്നുണ്ട് എനിക്ക്. അത് എൻ്റെ സുഹൃത്തും ഞാനൊരു അനുജനെ പോലെ കരുതുന്ന എൻ്റെ പ്രിയ അനുജൻ കോട്ടയം നസീർ ബ്യൂട്ടിഫുൾ പെയിന്റിംഗ് നസീറിന്റെ. അപ്പൊ നസീറിനെ ഞാൻ കഴിഞ്ഞോണ്ടോ അനിയ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, എനിക്ക് കുറച്ച് പെയിന്റിങ്സ് തരണം. അയക്കാ പോകുന്ന നോ പ്രോബ്ലം. സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അതെ അതെ. വീട് എത്ര വർഷം മുമ്പാ പണിത്? വീട് ഇപ്പൊ പണിതിട്ട് 25 വർഷമായി. 25 years. സാറ് വെച്ച വീടാണോ? ഞാൻ സ്വന്തമായിട്ട് പണിത വീടാണ്. ഇതാണ് യൂഷ്വലി നമ്മുടെ ഒരു ചെറിയ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഫാമിലി ഇവിടെ ഇരുന്നാ കഴിക്കുക. അത് പിന്നെ വല്ല ഗസ്റ്റ് ഒക്കെ വരുമ്പോ അവിടെ ഇരിക്കും. എന്നാ ഇത് എടുത്ത് കഴിക്കും. ഇപ്പൊ വീട്ടിൽ വന്നിട്ട് സാറ് നമുക്ക് തന്നെ കേട്ടോ. സാറിന്റെ ഒരു ഫുഡ് ഉണ്ടല്ലോ, അതിപ്പം സാറിപ്പം കണ്ടാൽ ഇത്ര ഏജ് ആയെന്ന് പറയില്ല. സത്യത്തിൽ ഈ ഫുഡിനുള്ളൊരു കൺട്രോൾ, ഇപ്പൊ മമ്മൂക്കയെ കാണുമ്പോൾ മമ്മൂ കൃത്യമായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റ് പറയാറുണ്ട്. അദ്ദേഹത്തെ കൊതി വന്നാലും കൃത്യം ഇത്രയും കഴിക്കുന്ന ഒരു ക്രമം നടത്തും. ഇവിടെ ഞാൻ ഫുഡിന്റെ ഈ വെയിറ്റ് നോക്കുന്ന വിഷയം കണ്ടു. അപ്പൊ കൃത്യം അങ്ങനെയൊക്കെ വെയിറ്റ് ഒക്കെ ജീവിച്ചിരിക്കാൻ കഴിക്കുക, കഴിക്കാൻ വേണ്ടി ജീവിച്ചിരിക്കരുത്. ഈ പൊതുവെ ഇപ്പൊ സിനിമാ നടന്മാര് ഇപ്പൊ തിരക്കായിരിക്കും ഷൂട്ടിംഗ് കാര്യത്തില്, ഇപ്പൊ അവർക്ക് വീട്ടിലെത്തിപ്പെടാൻ പറ്റില്ല. പക്ഷെ എങ്കിലുള്ള സമയത്ത് ഇങ്ങനെ വീട്ടുകാർ ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ സമയം കണ്ടെത്തുക അങ്ങനെ നിർബന്ധമുള്ള ഒരാളാണോ? തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിനോടൊപ്പം ഇരുന്ന് കഴിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ തന്നെ കഴിക്കാറുണ്ട്. അവിടെ പുറത്ത് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട്സ്, സിനിമയിൽ എന്നോട് അടുത്ത് പോകുന്ന ഫ്രണ്ട്സും ഈവൻ ടെക്നീഷ്യൻസ്, ക്യാമറാമാനോട് ആരൊക്കെയാണെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കില്ല. അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അവർ വിളമ്പിത്തരാം, നമ്മൾ അങ്ങോട്ട് വിളമ്പി കൊടുക്കുക, തമ്മിൽ ആസ്വദിക്കുക, കാര്യങ്ങൾ ചോദിക്കുക. ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് ലൈഫ്. ഇതെൻ്റെ ഒരു കുഞ്ഞു ഓഫീസാണ്. അതെ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ചെറിയ ഓഫീസിനകത്ത്. പഴയ ഫോൺ കൂടി പഴയ ഫോണാണ്. ഇതിങ്ങനെ കാതി വെച്ച് കറക്കി സംസാരിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഉണ്ട് ഒരു അതൊക്കെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ ക്ലോക്കാണ്. എൻ്റെ അമ്മൂമ്മയുടെ അച്ഛന്റെ വീട്ടിലുണ്ടായിരുന്നു. ഇങ്ങനെ കൊണ്ട് നമ്മുടെ വെച്ചേക്കാണ്. ഇവിടെയാണ് എനിക്ക് കിട്ടിയ അവാർഡുകളൊക്കെ. അവാർഡുകൾ ഇങ്ങനെ കുറച്ച് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം ഫെസ്റ്റിവൽ അവാർഡാണ്. അതൊരു പ്രസ്റ്റീജിയസ് അവാർഡാണ്. പിന്നെ അതുകൂടാണ്ട് പിന്നെ ഉള്ളത് ദൃശ്യ അവാർഡുണ്ട്. പിന്നെ ഇവിടെ TV അവാർഡ്, അത് ഒരെണ്ണം TV ഇതിൽ. അങ്ങനെ കുറേ സ്പെഷ്യൽ ജൂറി അവാർഡുണ്ട്.
ഇതിലിപ്പോ എല്ലാ അവാർഡും സ്പെഷ്യൽ ആയിരിക്കെങ്കിലും കുറച്ചും കൂടി ഒരു സ്പെഷ്യൽ ആയിട്ട് സ്നേഹം കൂടുതലുള്ള ഒരു അവാർഡ് ഉണ്ടോ അല്ലേ? ഏറ്റവും കൂടുതൽ സ്നേഹം കൂടുതലുള്ള ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് പ്രസ്റ്റീജിയസ് അവാർഡാണ്. അങ്ങനെ കുറച്ചൊക്കെ ഇവിടെ കിട്ടും. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവിടെ ഒരു നാഷണൽ അവാർഡ്, ഒരു സ്റ്റേറ്റ് അവാർഡ്, ഒരു ഫിലിം ഫെയർ അവാർഡ്. ഇങ്ങനെ ഈ 3 മനസ്സിൽ ഭയങ്കര കൊതിച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. പെട്ടെന്ന് കിട്ടട്ടെ, ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. പറയില്ലേ, ദൈവം അതിനുള്ള സാഹചര്യം തന്നാൽ ഓക്കെ, അല്ലെങ്കിൽ ഉള്ളത് വെച്ച് തൃപ്തൻ. ഇതൊക്കെ അത് പഴയ ഗ്രാമഫോൺ 1937 വർഷമൊക്കെ ഞാനൊന്നും ജനിച്ചിട്ട് പോലില്ല. ഇതൊക്കെ ഇപ്പം 50ാമത്തെ വർഷം ഓരോ സ്വീകരണങ്ങൾ ഇങ്ങനെ പലരുമായിട്ട് തന്നിങ്ങനെ കിട്ടിയതാണ്. ഇതൊക്കെ നാട്ടുകാരുടെ സ്നേഹമാണ്. ഇത് ഏത് വർഷത്തെയായിരുന്നു? ഇത് എനിക്ക് തോന്നുന്നു ഒരു 6 വർഷം മുമ്പത്തെ. 6 വർഷം മുമ്പത്തെ. അപ്പൊ എനിക്ക് താടിയൊന്നുമില്ല, കണ്ടറിയാം, ക്ലീൻ ഷേവാണ്. അതെ, ഇത് 17ാം വയസ്സിലാണ് എനിക്കൊന്ന് സിനിമയിലേക്ക് വരുന്നത്. ആ ഒരു സിനിമയിലേക്ക് വരുന്ന 17ാമത്തെ വയസ്സിലല്ല. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് ഈ സിനിമയോടുള്ള മോഹം തുടങ്ങിയത് തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത്, ഞാൻ ഹോളി ഏഞ്ചൽസ് കോൺവെന്റിൽ അന്ന് പഠിക്കുന്നത്. അന്ന് എനിക്ക് 6 or 7 വയസ്സുള്ളൂ. അന്ന് മുതലുള്ള ആഗ്രഹമാണ്. എന്നുവെച്ചാൽ അന്ന് നമുക്കിവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, പട്ടം കൽപ്പന എന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ നേരെ തിയേറ്ററിലേക്ക് ഓടി. അവിടെ ഈ പ്രൊജക്ഷൻ റൂമുണ്ട്, അതിനകത്ത് കയറി അവിടെ ഉള്ള വേലപ്പൻ എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രൊജക്ടർ നടത്തുന്ന ആളുണ്ട്. അങ്ങേരോടൊപ്പം അങ്ങേരെ സഹായിക്കുക, സ്ലൈഡ് പ്ലേ ചെയ്യുക, പാട്ട് പ്ലേ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ അന്ന് മുതലേ ഉണ്ട്. ആ തിയേറ്റർ തറവാടിനോട് തൊട്ട് ചേർന്നായിരുന്നു, എൻ്റെ തറവാടിനോട്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയോടുള്ള താല്പര്യം കൂടുന്നതും. പിന്നെ അങ്ങോട്ടേക്ക് പഠിച്ചു. ഇവിടെ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഞാനൊരു 13 വയസ്സ് കഴിയുമ്പോൾ ട്രിവാൻഡ്രത്ത് എറണാകുളത്തേക്ക് വന്നു. എൻ്റെ മദറിൻ്റെ ഫാമിലി ഇവിടെയായിരുന്നു. അപ്പോൾ കുറച്ച് വാത്സല്യം കൂടുതൽ കിട്ടിയിരുന്ന ഇവിടെ നിന്നാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും അങ്കിളും ഒക്കെ. അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ ആൽബർട്ട് സ്കൂളിൽ പഠിച്ചു കുറച്ച് നാൾ. പിന്നെ കുറച്ച് നാൾ SRV സ്കൂളിൽ പഠിച്ചു. പഠിത്തത്തിൽ വളരെ പിന്നോട്ടായിരുന്നു കേട്ടോ, വളരെ പിന്നോട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഓൾ ഗോഡ്സ് ഗ്രേസ്, നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. യു നീഡ് നോട്ട് ബി എഡ്യൂക്കേറ്റഡ് ടു ബി നോളജ് എന്നാ പറയുന്നത്, ടു ഗെയിൻ നോളജ്. അപ്പം അത്യാവശ്യം ത്രൂ ഇങ്ങനെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഉള്ളതുപോലെയൊക്കെ ഉണ്ട്. ഇതിപ്പോ എൻ്റെ ഒരു ചെറിയ സ്ഥലമാണ്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് മിക്കപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ വന്നാൽ വീട്ടിലേക്ക് വരുന്നവര്, ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എവിടെയെങ്കിലും പോകാറുണ്ട്. ഇവിടെ വന്നാൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഥകൾ കേൾക്കും. ചെറിയ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് പലതും. ഇനി അങ്ങോട്ടേക്കും പല കാര്യങ്ങളും ഡിസ്കഷൻ നടക്കുന്നു. അതിലിപ്പം ജോസ് തോമസിന്റെ പടം ഇപ്പം ചെയ്തു വെച്ചേക്കെ, സൂചന എന്ന് പറഞ്ഞു. അപ്പം അത് ഒരു നാഷണൽ അവാർഡിനും പനോരമ അതിനൊക്കെ അദ്ദേഹം അയച്ചിട്ടുണ്ട്. അതിൽ നല്ലൊരു കഥാപാത്രമാണ്. ഏകദേശം വേണുചേട്ടനൊക്കെ, നെടുമുടി വേണുചേട്ടനൊക്കെ ചെയ്യേണ്ട ഒരു 10-75 വയസ്സായ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറാണ്. എന്നോടൊപ്പം മണികണ്ഠനാചാരിയും മറ്റേ സാജിദ് ദഹിയ ഇവരൊക്കെ ഉണ്ട്, കുറേ ആർട്ടിസ്റ്റുകൾ. അതിനോട് വലിയൊരു പ്രതീക്ഷകളുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ചെയ്തു വെച്ച പ്രൈസ് ഓഫ് പോലീസ് എന്ന് പറഞ്ഞ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് റിലീസിന് ഒരുങ്ങുകയാണ്. ഇനിയിപ്പം പടം ഈ February 10th ഉള്ളിൽ കാസർഗോഡ് വെച്ചിട്ട് ഒരു പടം തുടങ്ങിയാണ്. അത് മൊത്തം ലേഡീസ് ഓറിയൻറ്റഡ് ആണ്. ലേഡീസ് എന്ന് പറഞ്ഞാൽ ഫുൾ ടെക്നിക്കൽ ടീം. അതിൻ്റെ ഡയറക്ടർ ഫർസാന, പിന്നെ ക്യാമറ ഫൗസിയ എന്ന് പറഞ്ഞൊരു അറിയപ്പെടുന്ന വലിയ ഒരു ക്യാമറ ലേഡിയാണ്. അവർ മൊത്തം ലേഡീസ് ഗ്യാങ് ആണ്. അതിനകത്തൊരു ബ്യൂട്ടിഫുൾ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്, ഉസ്താദ് എന്നുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് വലിയ പ്രതീക്ഷയോടിരിക്കുക. അതിനോട് ഞാൻ ഈ താടി ഇങ്ങനെ നീട്ടി വളർത്തുന്നത്. ട്രിം ചെയ്യാനേ അവർ സമ്മതിക്കുന്നില്ല. എത്ര വളർത്താൻ പറ്റുമോ അത്രയും വളർത്താനാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കോലത്തിലിരിക്കുന്നത്. ഭംഗിയുണ്ട്. അതൊക്കെ ഈ എന്താ പറയുക, ഇംഗ്ലീഷ് പറയില്ലേ, ദ ബ്യൂട്ടി ലൈസ് ഓൺ ദ ബിഹോൾഡേഴ്സ് ഐസ്. ശരിയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ രൂപം കണ്ട ഒരു മുറിയാണ്. ഇനിയും നല്ല കഥാപാത്രങ്ങൾ രൂപം കൊള്ളാനുള്ള ഒരു മുറിയും കൂടിയാണ്. അപ്പൊ ആ മുറിയിൽ നിന്ന് നമ്മൾ അടുത്ത മുറിയിലേക്ക് പോവാണ്. ഇവിടെ പഞ്ചസാരയോ ലഡ്ഡുവോ ഒന്നും ഇരിപ്പില്ല, അല്ലെങ്കിൽ ഒന്നും തരുകയില്ല. ഈ വീടിന്റെ പേരിനെ കുറിച്ചുള്ള ഒരു അർത്ഥം പറയാമോ? ഇല്ല, വീടിന്റെ പേര് കൊടുത്തേക്കുന്ന നസ്രാന എന്നാണ്. നസ്രാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഗോഡ്സ് ഗിഫ്റ്റ് എന്നാണ്. ഒരു ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റാണിത്. ഗിഫ്റ്റാണ്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് കുറെ കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. എവിടുന്നാണ് ഈ ശബ്ദം എന്ന് ഞാൻ ആലോചിച്ചു. സാറ് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും, പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ എനർജി ഏത് ലെവലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു രഹസ്യ കുട്ടികളാണോ? തീർച്ചയായിട്ടും. ഈ പ്രായമാവും തോറും ആണല്ലോ വിഷം കയറുന്ന മനുഷ്യന്റെ അകത്തേക്ക്. ഇതൊക്കെ നല്ല പ്യൂരിറ്റിയാണ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരിൽ നിന്ന് കിട്ടുന്ന ആ പ്യൂരിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു സ്കൂൾ നടത്തുന്നുണ്ട് എൻ്റെ വൈഫും
ഏറ്റവും ഇളയ മോളും കൂടി ചേർന്നിട്ട്, നസ്രാന എന്ന അവളുടെ പേര്, എൻ്റെ വൈഫിൻ്റെ പേര് നുസി എന്നാണ്. ഇവർ നടത്തുന്ന സ്കൂളാണ് ജംഗൽ ബുക്ക് ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ. ഇപ്പോൾ കഴിഞ്ഞ 23 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. 10-25 സ്റ്റാഫുണ്ട്, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. ഞാൻ ആ സ്കൂളിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇനിയിപ്പം LKG UKG കൂടി തുടങ്ങാനിരിക്കുകയാണ്. ഇപ്പോൾ ഡേ കെയറും പ്ലേ സ്കൂളുമാണ്. ഈ വർഷം മുതൽ LKG ആൻഡ് UKG തുടങ്ങാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ജംഗിൾ ബുക്ക് കാണാൻ പോയാലോ? ജംഗൽ ബുക്കിലേക്ക് പോവാം. ഭയങ്കര പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ഒരു പ്ലേ സ്കൂൾ പോലെ. ഞാൻ ഇത് കണ്ടിട്ടില്ല ഇങ്ങനെ ഇതിനു മുമ്പ്. അങ്ങനെ തന്നെ ഒരു പ്ലാനോട് കൂടി അങ്ങനെ ഒരു പ്ലാനോട് കൂടി തന്നെ ചെയ്താണ്. പ്രകൃതിയോട് ചേർന്ന് പോകണം, കുട്ടികൾക്കും പ്രകൃതിയോട് ഒരു ഇഷ്ടം തോന്നണം എന്നൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. സാറിനോട് സംസാരിക്കുമ്പോൾ ആ പോസിറ്റിവിറ്റി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും കൃത്യമായിട്ട് ആ പോസിറ്റിവിറ്റി കിട്ടുമെന്ന് എനിക്കറിയാം. കാരണം എൻട്രി തന്നെ വളരെ വലിയൊരു കോഡ്സ് അവിടെ എഴുതി വെച്ചേക്കാം. കുട്ടികൾ ഇവിടെ പഠിച്ച കുട്ടികൾ ഇന്നൊക്കെ വലിയ വലിയ കോളേജുകളിലായി. ഞാൻ പറഞ്ഞില്ലേ 23 വർഷത്തോളം ആയല്ലോ. അപ്പൊ ആദ്യം പഠിച്ചവർക്കൊക്കെ ഇപ്പൊ 25-26 വയസ്സൊക്കെ ആയി. ചിലവർ ജോലി കയറിയിട്ടുണ്ട്, ചിലവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു സന്തോഷമാണ്. തിരിച്ച് അവർ വരുന്നതും പിന്നെ ഇടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്യും, കാണും. ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇന്ദ്രജിത്തിന്റെ മോള് പാത്തു ഇവിടെ പഠിച്ച പിന്നെ പാത്തു ഇവിടെ ആയിരുന്നു, ഈ സ്കൂളിലായിരുന്നു. അപ്പൊ അങ്ങനെ കുറേയധികം, ഞാൻ പ്രത്യേകിച്ച് ഒരാളുടെ പേരെടുത്ത് പറയല്ല, കുറേയധികം കുഞ്ഞുങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പോയി. അപ്പം നമ്മളൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ തീർച്ചയായിട്ടും എന്നെ പരിചയവും എന്നെ അറിയുന്ന, സിനിമയിലൂടെ അറിയുന്ന കുറേ ആൾക്കാർ വന്ന് നമ്മളോട് നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ വൈഫ് ഉണ്ടെങ്കിൽ അവളും അത്യാവശ്യം ഒരു സെലിബ്രിറ്റിയാണ്. ഇൻ ദ സെൻസ് എല്ലാവരും എവിടെയെങ്കിലും പോകുമ്പം ഏതെങ്കിലും സ്കൂളിൽ പഠിച്ച 2-3 കുഞ്ഞുങ്ങൾ ഇല്ലാണ്ടിരിക്കില്ല. ശരിയാണ്. പിന്നെ നല്ല ഇൻഫ്ലുവൻസ് ആണ് ഡോക്ടേഴ്സും അവരൊക്കെ മക്കൾ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഫാമിലി തന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉടനെ വിളിച്ച് വൈഫിനോട് പറയും, ഒന്ന് വിളിച്ച് പറയണേ. ഉടനെ അവൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അവർ ഈ ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു റെസ്പെക്റ്റബിൾ പ്രൊഫഷൻ. ഒരു ലേഡിക്ക് ചെയ്യാൻ ഏറ്റവും നല്ല പ്രൊഫഷൻ എന്താ എന്നോട് ചോദിച്ചാൽ ഐ വിൽ ബി സേയിങ് ഇറ്റ് ഈസ് ടീച്ചിങ് പ്രൊഫഷൻ. ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അപ്പൊ ഇവിടെയൊക്കെ ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ യെസ് മാഡം, മാഡം പറയൂ മാഡം, ഷുവർ മാഡം. അത്ര അത് വലിയ വലിയ പ്രൊഫഷനിൽ ഇരിക്കുന്ന വലിയ വലിയ ഡോക്ടേഴ്സും വലിയ വലിയ ആൾക്കാരാണ് ഈ താഴ്മയോടുകൂടി സംസാരിക്കുക. വെച്ചാൽ അവരുടെ കുഞ്ഞുങ്ങളെയാണല്ലോ ഇവർ നോക്കുന്നത്. അപ്പൊ ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.